എന്തായി കാണിക്കുന്നത്? എന്നെ വിട്. ചേ. കാർത്തിയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. പക്ഷെ കാർത്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു വേള കാർത്തിയുടെ നോട്ടം പോയിടത്തേക്ക് ഭൂമിയുടെ മിഴികളും നീണ്ടു. കരിയിലേക്ക് മുകളിലൂടി ശബ്ദമുണ്ടാക്കാതെ പതിയെ ഇഴിഞ്ഞു വരുന്ന നാഗത്തിനെ കണ്ടതും അറിയാതെ ഒരു കൈകൊണ്ട് വാപുത്തിപ്പോയി അവൾ. മറുകൈ ശക്തമായി കാർത്തിയുടെ കൈകളിൽ അമർന്നു. യോ, പാമ്പ്! അവൾ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് കാർത്തിയുടെ തോളിൽ മുഖം ചേർത്തു വെച്ചു. ഇവിടെ ഇതൊക്കെ സ്ഥിരമാണ്, പേടിക്കാനൊന്നുമില്ല. നോക്കിയും കണ്ടും നടന്നാൽ മതി. ദാ അത് പോയി. മറ്റെങ്ങോട്ടോ ദൃഷ്ടി ചലിപ്പിച്ചുകൊണ്ട് കാർത്തി അലസമായി പറഞ്ഞു. ഇനി ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അവളോട് പറയാതെ പറയുകയായിരുന്നു അവൻ ആ നിമിഷം. പക്ഷെ ഭൂമിക്കത് മനസ്സിലായില്ല. അവൾ വേഗം കാർത്തിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ച കൈകൾ അടർത്തി മാറ്റി. സോറി സർ. കാർത്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ നേരെ പോയി കാവിലെ വിളക്കിലും കൽവിളക്കിലും എല്ലാം തിരിതെളിയിച്ചു. ഭൂമിയും അവനൊപ്പം കൂടി. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ 4 പാടും ചുറ്റി നടന്നു. ഇടയ്ക്കെന്തോ അനക്കം പോലെ കേട്ടതും ഒറ്റ കുതിപ്പിനവൾ അവൻ്റെ ചാരി വന്നു. ഇനി അത് വരില്ല, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞ് കാർത്തി അവളെ നോക്കി. കഴിഞ്ഞു, പോയേക്കാം. കാർത്തിയോടൊപ്പം പേടിയോടെ അവൾ നടന്നു. അവൻ തിരികെ അതിരടുത്തേക്ക് നടക്കുമ്പോൾ സുഭദ്ര ഉമ്മറപ്പടിയിൽ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിളക്ക് വെച്ചോ രണ്ടാളും? അതിനു മറുപടിയായി ഭൂമി തലകുലുക്കിയപ്പോൾ സുഭദ്രയുടെ മുഖത്തുപോലും നോക്കാതെ കാർത്തി അവൻ്റെ റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് ഭൂമി വല്ലാതായി. തിരക്കിനിടയിൽ മോളോട് നേരെ ചൊവ്വേ ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. മോളുടെ ഈ ജീവിതം അമ്മയുടെ സ്വാർത്ഥതയാണെന്ന് കരുതരുത്. ശരിക്കും പറഞ്ഞാൽ മോളെ ആദ്യം കണ്ട നിമിഷം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ മൂത്ത മകൻ കാർത്തിയുടെ പതിവായി നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നായിരുന്നു ഈ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്നതിനോട് ഞാൻ എന്തു പറയാനാ? അങ്ങനെയാ കിരണിനു വേണ്ടി നിന്നെ ആലോചിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ഇതുവരെ എടുത്തതിലും വെച്ച് ഏറ്റവും മോശം തീരുമാനമായിരുന്നതെന്ന്. അതിൻ്റെ പേരിൽ നീ ഒരുപാട് കണ്ണീർ കുടിച്ചെന്ന് ഈ അമ്മയ്ക്ക് അറിയാം മോളെ. മോളുടെ വീട്ടിൽ നിന്ന് വിളിച്ചു. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഒരുപാട് സങ്കടത്തിലാണ്. അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മോളെ അവർക്ക് ഈ കല്യാണത്തിന് നിർബന്ധിക്കേണ്ടതായിട്ട് വന്നു. മോൾക്ക് അവരോട് ഒരിക്കലും പരിഭവം തോന്നരുത്. മോളുടെ നല്ലതിനു വേണ്ടി മാത്രമേ അവരെന്നും എന്നും ചെയ്തിട്ടുള്ളൂ. ഭൂമിയുടെ കവിളിൽ ഒന്ന് ചെറുതായി തട്ടിക്കൊണ്ടാണ് സുഭദ്ര പറഞ്ഞത്. അത്ര നേരം മൗനമായി നിന്ന ഭൂമിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മോള് മുകളിലേക്ക് പോയിക്കോ. ഇന്ന് ഒരുപാട് അലഞ്ഞതല്ലേ, നല്ല ക്ഷീണം കാണും. കുറച്ചു നേരം ഇരിക്കുവോ കിടക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അത്താഴം കഴിക്കാൻ നേരമാകുമ്പോൾ ഞാൻ വന്ന് വിളിക്കാട്ടോ. 2 ആൺമക്കൾ മാത്രം ഉള്ളതുകൊണ്ട് സുഭദ്രയ്ക്ക് പണ്ട് മുതലേ പെൺകുട്ടികളെ വലിയ കാര്യമായിരുന്നു. ഒരു മകൾ കൂടി വേണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ആഗ്രഹമാണ് സഫലമായിരിക്കുന്നത്. ഭൂമി റൂമിലേക്ക് ചെല്ലുമ്പോൾ കാർത്തി ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭൂമിയെ അവിടെ കണ്ടതും കാർത്തി പകപ്പോടെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അവളെ രൂക്ഷമായ ഭാവത്തിൽ നോക്കി. കാര്യം മനസ്സിലായതും ഭൂമി മെല്ലെ പറഞ്ഞു തുടങ്ങി. സാറിൻ്റെ അമ്മയാ എന്നോട് പറഞ്ഞത് മുകളിലേക്ക് പൊക്കോളാൻ, അല്ലാണ്ട് ഞാൻ തന്നിഷ്ടപ്രകാരം വന്നതല്ല. അവൾ അത്രയും പറഞ്ഞിട്ടും കാർത്തിയുടെ ഭാവമാറ്റമൊന്നുമില്ലാതെ ദേഷ്യത്തിലവൻ തിരിഞ്ഞു കളഞ്ഞു. ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എപ്പോഴെങ്കിലും സാറിനെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭൂമി പറഞ്ഞു തുടങ്ങിയതും അവൾക്കെതിരെ നിന്ന കാർത്തി അവൾക്ക് അഭിമുഖമായി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ വരെ ഞാനും വിചാരിച്ചത് സാറിൻ്റെ അനിയൻ കിരണാണ് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ്. കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് സാറിനും അറിയാവുന്നതല്ലേ. എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിഴവുകളും നടന്നിട്ടില്ല. സാറിൻ്റെ അനിയൻ വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയുമായി ഒളിച്ചോടി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് സാറിൻ്റെ താലി സ്വീകരിച്ച് ഞാൻ ഈ റൂമിൽ നിൽക്കേണ്ടി വന്നത്. എൻ്റെ വീട്ടുകാരോട് ഞാൻ ആകുന്നത്ര പറഞ്ഞു. എൻ്റെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞു. സാറുമായിട്ടുള്ള ഈ വിവാഹം വേണ്ടെന്ന്, എനിക്ക് സമ്മതമല്ലെന്നും പറഞ്ഞു. എൻ്റെ വാക്കുകൾ ആരും മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല എന്നെക്കൊണ്ട് സാറിനെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇതിലെവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തേ സാറിന് തോന്നുന്നുണ്ടോ? അവളുടെ സ്വരം ദയനീയമായി. പിന്നെ എന്തിനാണ് സാർ എന്നോടൊരു ശത്രുവിനെ പോലെ പെരുമാറുന്നത്?
സത്യം പറഞ്ഞാൽ സാറിനെ പോലെ തന്നെ ഞാനും ഒരു താല്പര്യമില്ലാതെയാണ് ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. എന്നെ സ്നേഹിക്കണമെന്നോ ഒരു ഭാര്യയെ കാണണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യജീവിയായി മാത്രം കണ്ടാൽ മതി. അത് പറയുമ്പോൾ ഭൂമിയുടെ സ്വരം ഇടറിയില്ല. വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക്. ഒരു നിമിഷം കാർത്തി ഭൂമിയെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും മുറിവിട്ട് ഭൂമി പുറത്തേക്ക് പോയിരുന്നു. അവൾ പോയ ശേഷമാണ് കാർത്തി അവൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. താനും അവളും ഒരേപോലെ പെട്ടുപോയവരാണ് ഈ കാര്യത്തിൽ. എന്നിട്ട് അവളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, കാർത്തിയുടെ മനസ്സ് പറഞ്ഞു. കാർത്തിയോട് അതും പറഞ്ഞിട്ട് ഭൂമി നേരെ അവരുടെ വീട്ടിലെ മുകളിലെ നിലയിലെ ലിവിംഗ് റൂമിലേക്കായിരുന്നു പോയത്. എല്ലാവരും താഴെയായതിനാൽ ആ പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞൊഴുകി. അർഹതയില്ലാത്തടത്ത് കയറി നിൽക്കും പോലെ ഒരു തോന്നൽ അവളിൽ പിറവി കൊണ്ടു. ആഹാ, മോൾ ഇവിടെ ഇരിക്കുവാണോ? അമ്മ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? എന്തോ ആലോചനകളിലിരിക്കുന്ന ഭൂമിയുടെ അടുത്തേക്ക് സുഭദ്ര പെട്ടെന്ന് വന്നു. ഞാൻ കുറേ സമയം റൂമിലിരുന്ന് മടുത്തപ്പോൾ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. താഴെ എല്ലാവരും മോളെ കാത്തിരിക്കുക. സത്യം പറഞ്ഞാൽ ഭൂമിയുടെ വിശപ്പൊക്കെ എപ്പോഴേ കെട്ടുപോയിരുന്നു. വിശപ്പും ദാഹവും ഒന്നും തന്നെ അവൾക്ക് തോന്നിയില്ല. അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മാത്രം മതി. കാരണം അത്രമേൽ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ ഈ വീട്ടിൽ ഇത് തൻ്റെ ആദ്യ ദിവസമാണ്. ഭക്ഷണം വേണ്ടെന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം ഭൂമിക്ക് ആ നിമിഷം ഉണ്ടായില്ല. അതുകൊണ്ട് ഭൂമി അവർക്കൊപ്പം താഴെ ഹോളിലേക്ക് ചെന്നു. സുഭദ്ര പറഞ്ഞത് ശരിയായിരുന്നു. എല്ലാവരും ഭക്ഷണത്തിന് മുമ്പിലുണ്ട്. പക്ഷെ അവരെല്ലാവരും കാത്തിരിക്കുന്നത് താൻ ഒരാളെയായിരുന്നു. കൈ കഴുകി ഭക്ഷണത്തിന് മുൻപിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഭൂമിയുടെ നോട്ടം അറിയാതെ എതിർവശത്തിരിക്കുന്ന കാർത്തിയിലേക്ക് നീണ്ടു. അവൻ അവളെ ശ്രദ്ധിക്കാതെ പ്ലേറ്റിലേക്ക് മുഖം പൂഴ്ത്തി. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി കയ്യും കഴുകി റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സുഭദ്ര പിന്നാലെ വന്ന് അവളുടെ കൈ പിടിച്ചു. മോളെ, പരസ്പരം ഒന്നും അറിയാതെ വിവാഹം കഴിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. അമ്മയ്ക്കതൊക്കെ അറിയാം. പക്ഷേ ഇത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തറവാട്ടിൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. സുഭദ്ര തന്നെയാണ് ഭൂമിയെ താഴത്തെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയതും അവൾക്കായി കരുതി വെച്ച ഒരു സെറ്റ് മുണ്ട് ഉടുപ്പിച്ചതും. അവസാനമായി അവളുടെ കയ്യിലേക്ക് ഒരു നിറഞ്ഞ പാൽ ഗ്ലാസ് നൽകി അവരവളെ റൂമിലേക്ക് അയച്ചു. ഭൂമിക്ക് ഭയമുണ്ടായിരുന്നു കാർത്തിക്കിൻ്റെ റൂമിലേക്ക് പോകാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഈ വേഷത്തിൽ തന്നെ അവൻ കാണുമ്പോൾ മുൻപ് ദേഷ്യപ്പെട്ടതിൻ്റെ ഇരട്ടി ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയായിരുന്നു. വാതിൽ കുറ്റിയിട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവൾ പതിയെ കതക് കൈകൊണ്ട് തുറന്നു അകത്തേക്ക് കയറി. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാർത്തി അവളെ തന്നെ നോക്കി. അവൻ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. കുറച്ചു മുന്നേ നിന്നോട് തന്നെയല്ലേ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? എന്നിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന പോലെ ഒരുങ്ങി ചമഞ്ഞിട്ട് മുറിയിലേക്ക് വരാന്? അവളുടെ കൈത്തുടയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടവൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവളൊന്ന് ഉലഞ്ഞു പോയിരുന്നോ? ആ സമയം അവളുടെ വലങ്കയിൽ പിടിച്ചിരുന്ന പാൽ ഗ്ലാസ് കൈ വഴുതി നിലത്തേക്ക് വീണു. ഒരു വലിയ ശബ്ദത്തോടെ ഗ്ലാസ് നിലത്തേക്ക് വീണതും താഴത്തെ നിലയിൽ ഉറങ്ങാതിരുന്ന സുഭദ്ര ശബ്ദം കേട്ട് മുകളിലേക്ക് ഓടി വന്നു. വാതിൽ തുറന്നു കിടന്നതുകൊണ്ട് അവർ വേഗം അകത്തേക്ക് കയറി. തറയിലൂടെ പരന്നൊഴുകുന്ന പാലും പൊട്ടിത്തകർന്ന ഗ്ലാസുമാണ് സുഭദ്ര കണ്ട കാഴ്ച. അപ്പോഴാണ് ഭൂമി സുഭദ്രയെ കണ്ടതും ഭൂമി അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി വന്നു. പൊട്ടിത്തകർന്നു കിടക്കുന്ന ഗ്ലാസ് സ്റ്റീളുകളിലൊന്ന് അവളുടെ കാലിലേക്ക് തറച്ചു കയറിയത് പെട്ടെന്നാണ്. ഭൂമിയുടെ അലർച്ച അവിടെ മുഴങ്ങിക്കേട്ടു. മറ്റുള്ള റൂമുകളിലുണ്ടായിരുന്ന കുടുംബക്കാർ ശബ്ദം കേട്ട ഇടത്തേക്ക് ഓടിയെത്തി. നിലത്ത് പടർന്നൊഴുകിയ വെളുത്ത പാലിൽ ഭൂമിയുടെ രക്തം കൂടിച്ചേർന്നു. ഭൂമി നിലത്തേക്ക് മുട്ടുകുത്തിയിരിക്കാൻ തുടങ്ങിയതും സുഭദ്ര ഓടി വന്ന് അവളെ പിടിച്ചു. പതിയെ ഭൂമിയെ നിലത്തേക്ക് ഇരുത്തിക്കൊണ്ട് അവളുടെ കാലെടുത്ത് പൊക്കി മടിയിലേക്ക് വെച്ചു. അവളുടെ കാൽപാദം ചോരയിൽ കുതിർന്നു. അത്ര നേരവും സ്റ്റക്കായതുപോലെ നിന്ന കാർത്തി പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ ഓടി അവൾക്കടുത്തേക്ക് വന്നിരുന്നു. സുഭദ്രയുടെ മടിയിലിരുന്ന ഭൂമിയുടെ കാൽപാദം എടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് തറഞ്ഞിരുന്ന ചുല്ല് ഊരിയെടുക്കാൻ ശ്രമിച്ചതും അവളുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. ഒടുവിൽ അവൻ എങ്ങനെയോ ചില്ല് വലിച്ചൂരിയെടുത്തതും രക്തം കുടുകുടാന്നൊഴുകാൻ തുടങ്ങി. കാർത്തി ഉടുത്തിരുന്ന മുണ്ടിൻ്റെ ഒരറ്റത്തു നിന്നും ഒരു ഭാഗം വലിച്ചു കീറി അവളുടെ കാലിലേക്ക് ചേർത്ത് കെട്ടി. കെട്ടിവെച്ച തുണിയിൽ നിമിഷ നേരം കൊണ്ട് രക്തം പടർന്നു. അന്നേരം
ഭൂമി ഉടുത്തിരുന്ന സെറ്റ് സാരിയുടെ അടിഭാഗം മുഴുവനും ചോര നിറമായി. മുറിയിലിരുന്ന കാറിൻ്റെ കീയുമെടുത്ത് പോക്കറ്റിലിട്ട് അവൻ ഇരു കൈകൾ കൊണ്ടും ഭൂമിയെ കോരിയെടുത്തു. ധൃതിയിൽ താഴേക്കുള്ള പടികൾ ഇറങ്ങി. ഒരുപാട് രക്തം കാലിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചെറുതല്ലാത്ത ക്ഷീണം. അവരുടെ കണ്ണുകൾ ചെറുതായി അടഞ്ഞുപോയി. സുഭദ്രയും അപ്പോഴേക്കും അവർക്കൊപ്പം താഴേക്ക് ഓടിയിരുന്നു. അവരുടെ കാർ സഞ്ചരിച്ചത് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഭൂമിയുടെയും കാർത്തികിൻ്റെയും വേഷത്തിൽ ഹോസ്പിറ്റലിലുള്ളവർക്ക് മനസ്സിലായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ലെന്ന്. ഡോക്ടർ കാര്യം ചോദിച്ചപ്പോൾ കാർത്തി എന്താണ് സംഭവിച്ചതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സുഭദ്ര അതെല്ലാം കേട്ട് ഭൂമിയുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. കാലിൽ 3 സ്റ്റിച്ചുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് അധികം രക്തം പോയില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോഴാണ് കാർത്തിക് അല്പം ആശ്വാസം വന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഒരു ഡ്രിപ്പ് ഇട്ടിരുന്നു. ഭൂമിക്ക് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഡ്രിപ്പ് തീർന്ന ശേഷം വീട്ടിലേക്ക് പോകാമെന്ന്. കാർത്തി പുറത്തേക്ക് വന്നി എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സുഭദ്ര വിളിച്ചപ്പോൾ കാർത്തി അവർക്കൊപ്പം കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ ഇടനാഴിയിലേക്ക് ചെന്നു നിന്നു. എന്താണ് സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി മോനെ. നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി വന്നു കയറിയ ഒരു പെൺകുട്ടിയാണവൾ. നിന്റെ ഭാര്യയായി അവൾ ഈ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം അതെന്താണെന്നുള്ളത് നിനക്കും എനിക്കും നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇന്ന് അവളോട് നീ കാണിച്ച ഈ സമീപനം വളരെ മോശമായിപ്പോയി. വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനല്ലേ നീ? നീ തന്നെ ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഓർക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. കാർത്തിക്കിന് ആ സമയം എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. എത്രയും പെട്ടെന്ന് ഭൂമി ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിലെന്ന് അവൻ അറിയാതെ തോന്നിപ്പോയി. അവളോടൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിച്ചു. അപ്പോഴാണ് കൃത്യമായി അവൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നത്. കാർത്തി ഫോൺ എടുക്കുമ്പോൾ തന്നെ സുഭദ്ര കണ്ടിരുന്നു അതിൽ അനുപമ എന്ന നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. ഓ, ഇപ്പോഴും ഉണ്ടോ ഇവളുമായിട്ടുള്ള വിളിയും പറച്ചിലും? പുച്ഛഭാവത്തിൽ സുഭദ്ര ചോദിക്കുമ്പോൾ ഒരു നിമിഷം മറുപടിയില്ലാതെ നിന്നുപോയി കാർത്തി. ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിന്നവൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർത്തുകൊണ്ട് സുഭദ്രയിൽ നിന്നും അല്പം നീങ്ങി നിന്നു. കാർത്തി കരഞ്ഞു തളർന്നതുപോലെ ഒരു സ്വരം കേൾക്കെ കാർത്തിക്കിൻ്റെ ഉള്ളു നോത്തു. അനു, ഞാനൊന്ന് പറയട്ടെ. ആദ്യം ഞാൻ പറയുന്ന നീ കേൾക്ക്. നീ ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇന്ന് നീ മറ്റൊരാൾക്ക് സ്വന്തമായി. അതറിഞ്ഞ നിമിഷം തന്നെ മരിച്ചു പോയാൽ മതിയെന്ന് തോന്നിപ്പോയി എനിക്ക്. അനു, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. നമ്മൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. ഭൂമിയും അവളുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിന് തലകുനിക്കേണ്ടി വന്നത്. ഞാൻ പതിയെ ഭൂമിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നീ വിഷമിക്കരുത് പ്ലീസ്. നാളെ നീ കോളേജ് വരുമോ കാർത്തി? ഞാൻ നോക്കട്ടെ, ഉറപ്പ് പറയാൻ പറ്റില്ല. കാർത്തി അത് പറഞ്ഞതും അതിഷ്ടപ്പെടാത്ത പോലെ അനുപമ ഫോൺ കട്ട് ചെയ്തു. തിരികെ അനുപമയെ വിളിക്കാൻ ആ സമയം കാർത്തിക്ക് തോന്നിയില്ല. കാരണം സുഭദ്രയുടെ കൂർത്ത നോട്ടം അവനിലായിരുന്നു അത്ര നേരവും. കാർത്തി, കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കാൻ നീ ഒരു കൊച്ചു കുട്ടിയല്ല. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നീയും അനുവുമായുള്ള വിവാഹം നടക്കില്ലെന്ന്. ഇന്ന് നീ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അവളെ വിവാഹം കഴിച്ച ശേഷം വീണ്ടും ഈ ബന്ധം തുടരാനാണ് നിൻ്റെ ഭാവമെങ്കിൽ അതിരെടുത്ത തറവാടിന് പുറത്തായിരിക്കും നിൻ്റെ സ്ഥാനം. കാർത്തിക്കിനൊപ്പം അവൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ തന്നെയുള്ള അധ്യാപികയാണ് അനുപമ. മുൻപൊരിക്കൽ കാർത്തി സുഭദ്രയോട് അനുപമയുമായുള്ള ഇഷ്ടത്തെപ്പറ്റി സൂചിപ്പിച്ചു. നല്ല ഫാമിലിയും നല്ല ബന്ധവുമാണെങ്കിൽ ഉറപ്പായി നടത്തിക്കൊടുക്കാമെന്ന് സുഭദ്ര പറഞ്ഞതുമാണ്. അങ്ങനെ ഒരിക്കൽ അനുപമ അതിരെടുത്ത തറവാട്ടിൽ വന്നു. പിന്നീട് സുഭദ്ര പല ആളുകൾ വഴി അവളുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചു. പക്ഷെ കേട്ടതൊന്നും അത്ര നല്ലതായിരുന്നില്ല. സുഭദ്ര നേരിട്ട് അന്വേഷിച്ചപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് നല്ലതല്ല. സുഭദ്ര അത് കാർത്തികിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അനുപമയുടെ മോഡേൺ വേഷവിധാനങ്ങളോടും അവളുടെ രീതികളോടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം സുഭദ്ര അവളെക്കുറിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാണെന്ന് അനുപമ കാർത്തിയോട് പറഞ്ഞു കൊടുക്കും. അതുകൂടി ചെയ്തോടെ കാർത്തിക്കിന് തൻ്റെ അമ്മയോട് ദേഷ്യമായിരുന്നു.
ആദ്യ നാളുകളിൽ. പിന്നീട് അതൊക്കെ അങ്ങ് മാറി. അനുപമയോടുള്ള സുഭദ്രയുടെ ദേഷ്യം പൂർണ്ണമാകാൻ കാരണം കാർത്തിക്കുമായുള്ള വിവാഹത്തിന് സുഭദ്ര സമ്മതിക്കില്ലെന്ന് കാർത്തി വഴി അനുപമ അറിഞ്ഞതിന് ശേഷം അവളൊരിക്കൽ സുഭദ്രയെ വിളിച്ചു. നിങ്ങളാണോ കാർത്തിയുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ്. എന്താ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം വ്യക്തമായി കേട്ടോ. വരാൻ പോകുന്ന 2 വർഷത്തിനുള്ളിൽ കാർത്തിക് മേനോനുമായിട്ടുള്ള എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കും. അതിരടുത്ത തറവാട്ടിൽ കാർത്തിക് മേനോൻ്റെ ഭാര്യയായി ഈ അനുപമ കാലെടുത്ത് വെച്ചിരിക്കും. നിലവിളക്ക് തന്ന് നിങ്ങൾ എന്നെ വീട്ടിലേക്ക് സ്വീകരിക്കും. പറയുന്നത് അനുപമയാണ്. നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചു. അന്നത്തെ സംഭാഷണ ശകലങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞതും സുഭദ്രയ്ക്ക് മുഖത്തും വെറുപ്പ് പ്രകടമായി. അപ്പോഴേക്കും രാത്രി ഒരുപാട് ഇരട്ടി. ഏകദേശം പുലർച്ചയോട് അടുത്ത സമയം. ഡ്രിപ്പ് തീർന്ന സമയത്ത് തന്നെയാണ് ഭൂമി ഉണർന്നത്. ഹോസ്പിറ്റലിൽ നിന്നവർ വീൽ ചെയറിലിരുത്തി ഭൂമിയെ കാറിനടുത്തേക്ക് എത്തിച്ചു. കുറഞ്ഞത് 3-4 ദിവസമെങ്കിലും എടുക്കും കാലം നിലത്ത് കുത്താൻ. ഡോക്ടർ ഭൂമിയോട് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്. വീൽ ചെയറിലിരുന്ന ഭൂമിയെ യാതൊരു മടിയും കൂടാതെ കാറിലേക്കെടുത്ത് ഇരുത്തിയത് കാർത്തിയാണ്. അവൻ്റെ കൈക്കുള്ളിൽ തൻ്റെ ദേഹം അമർന്നതും ഭൂമി ഒരു പിടിച്ചിലൂടെ മിഴികൾ ഉയർത്തി. എന്നിട്ട് കാർത്തി ഒന്ന് നോക്കി. അവനറിയാത്ത തന്നെ ഒരു വിറയൽ അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയിരുന്നു ആ നിമിഷം. ഭൂമിയെ കൈകളിൽ ഉയർത്തി എടുക്കുന്നത് ഇതിപ്പോൾ 2ാം തവണയാണെങ്കിൽ പോലും ആദ്യത്തെ തവണ എടുത്തപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള സമയവും സാഹചര്യവും അവനുണ്ടായിരുന്നില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവളെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന ചിന്ത മാത്രമേ അവനപ്പോഴുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സുഭദ്ര മരുന്ന് വാങ്ങാൻ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രംഗങ്ങളൊന്നും തന്നെ അവർ കണ്ടിരുന്നില്ല. ഭൂമിയെ സീറ്റിലേക്കിരുത്തി കാറിൻ്റെ സീറ്റ് അല്പം ചരിച്ചിട്ട് അവളുടെ കാല് നിവർത്തി വെച്ചു കൊടുത്തു. ശേഷം അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തിട്ടാണ് കാർത്തി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത്. അപ്പോഴേക്കും സുഭദ്ര മരുന്നൊക്കെ വാങ്ങിയെത്തി. തുടർച്ചയായ 3 ദിവസങ്ങളിലും നാളെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഭൂമിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കണം. സുഭദ്ര ആ പറഞ്ഞതിന് മറുപടിയായി കാർത്തി ഒന്ന് അമർത്തി മൂളി. അവൻ തിരികെ അതിരടുത്തെത്തുമ്പോൾ അവിടെ ആരും ഉറങ്ങിയില്ലായിരുന്നു. കാറിൽ നിന്ന് ഭൂമിയെ കൈകളിലേക്ക് കോരി എടുത്തുകൊണ്ടുവന്ന കാർത്തി ലിവിംഗ് റൂമിലെ സോഫയിലിരുത്തി. അമ്മേ, ഭൂമിയെ അമ്മയുടെ റൂമിൽ കിടത്തട്ടെ? അതെന്താ, അവളെ ഞാനാണോ വിവാഹം കഴിച്ചത്? പൊട്ടിത്തെറിച്ചതുപോലെയുള്ള സുഭദ്രയുടെ മറുപടിയിൽ കാർത്തി തലകുനിച്ചു. അവിടെ കൂടി നിന്ന മറ്റു ബന്ധുക്കളെല്ലാവരും സുഭദ്രയുടെ സംസാരം കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു. അതല്ല, ഭൂമിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാർത്തി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതെന്താ, അവൾക്ക് വേണ്ട സഹായമൊന്നും ചെയ്തു കൊടുക്കാൻ നിനക്ക് പറ്റില്ലേ? നിന്റെ ഭാര്യയല്ലേ അവള്? കാർത്തിക്കിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ സുഭദ്രവൻ പറയുന്നതിന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അത് കുഴപ്പമില്ലമ്മേ. താഴത്തെ നിലയിൽ എവിടെയെങ്കിലും റൂമുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്നോളാം. താനും കൂടി ആ റൂമിൽ താമസിക്കുന്നതിൽ കാർത്തിക്കിന് എതിർപ്പുണ്ടെന്ന് മനസ്സിലായതോടെ ഭൂമി പറഞ്ഞു തുടങ്ങി. അത് ഭൂമിയല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നിങ്ങൾ ഒന്നിച്ചായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഉറക്കം വരുന്നെങ്കിൽ കാർത്തിയുടെ റൂമിൽ പോയി അവൻ്റെ ബെഡിൽ ഉറങ്ങാം. കാർത്തി, അത് പറഞ്ഞതോടൊപ്പം തന്നെ കാർത്തിക്കിനെ ഒന്ന് നീട്ടി വിളിക്കുക കൂടി ചെയ്തവർ. അതിനർത്ഥം മനസ്സിലാക്കിയതുപോലെ കാർത്തി ഭൂമിക്ക് അടുത്തേക്ക് വന്നു. അവളെ കൈകൾ ഉയർത്തി തൻ്റെ റൂമിൽ ലക്ഷ്യമാക്കി നടന്നു. ബെഡിലേക്ക് ഭൂമിയെ കൊണ്ടുപോയി കിടത്തിയ ശേഷം തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും കാർത്തിക്കിൻ്റെ കൈത്തണ്ടയിൽ ഭൂമി ഉറക്കെ കെട്ടിപ്പിടിച്ചു. സോറി. അത് പറയുമ്പോൾ ഭൂമിയുടെ സ്വരം ചിലമ്പിച്ചു. അവൻ അവളോട് അലിവ് തോന്നി. എന്തിനാ സോറി പറയുന്നത്? ഞാൻ തന്നോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? കാർത്തി അത് പറഞ്ഞതും ഭൂമി കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട ഭാവത്തിൽ അവനെ നോക്കി. അയ്യോ സാർ, എന്നോട് സോറി പറയോ? അതൊന്നും വേണ്ട. എന്നെ താൻ സാറായിട്ട് കാണണ്ട, നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് പറയാം, എൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ച ഒരു വലിയ തെറ്റിൻ്റെ പുറത്താണ് ഭൂമിക്കിന്ന് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഞാൻ ഭൂമിയോട് മാപ്പ് പറയുകയാണ്. എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് പിന്നീട് അവളെ നോക്കാതെ അവൻ നേരെ ബാൽക്കണിയിലേക്ക് പോയി.
മനസ്സിലെന്തോ വല്ലായ്മ തോന്നി. ഇതിനോടകം തന്നെ സുഭദ്രയും കാർത്തികും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളായി പ്രശ്നങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനാണല്ലോ എന്ന ഓർമ്മയിൽ ഭൂമിയുടെ മനസ്സ് വീണ്ടും വേദനിച്ചു. നന്നേ ക്ഷീണിതയായിരുന്ന അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് എപ്പോഴും അവൾ അറിഞ്ഞു അരികിൽ കാർത്തി കിടക്കുന്നതും ഭൂമിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിക്കുന്നതുമല്ല. കണ്ണടച്ച് കിടന്നതുകൊണ്ട് തന്നെ ഭൂമി ഉറങ്ങിയെന്നാണ് കാർത്തിയും കരുതിയത്. അവൻ അല്പനേരം കണ്ണടച്ച് കിടക്കുന്ന ഭൂമിയെ തന്നെ നോക്കി. നേർത്ത സിന്ദൂര ചുവപ്പ് പടർന്ന നെറ്റിത്തടം കാണുകെ അവൻ മുഖം തിരിച്ചുകൊണ്ട് AC അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ശേഷം അവൻ കിടക്കയിലേക്ക് കടന്നു. മെല്ലെ എപ്പോഴോ കണ്ണുകൾ ഉറക്കത്തിലേക്ക് വഴുതി മാറി. തുടരും.